നമ്മളങ്ങനെ തെങ്കാശിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന എങ്ങനെയാണെന്ന് പറയാം. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം, കടയ്ക്കൽ നിന്ന് പിന്നെ നേരെ നമ്മൾ പോയത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് പുനലൂരാണ് നമ്മളുടെ വീടിന് അടുത്ത് ഏറ്റവും അടുത്ത് റെയിൽവേ സ്റ്റേഷനുള്ളത്. അവിടെ നിന്ന് 12:30-ക്കും അതുപോലെ തന്നെ 1:30-ക്കും ട്രെയിനുണ്ട്. അതിൽ 12:30-ക്കുള്ള ട്രെയിന് 12:50-ന് അവിടെ വരുന്ന കൊല്ലത്ത് നിന്ന് വരുന്ന ആ ഒരു ട്രെയിനിൽ നല്ല തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ 1:30 അടുത്തൊരു ട്രെയിൻ, അത് പുനലൂർ വരുന്ന ഈ ഒരു ടൈമാണ്. അതിൽ വന്ന് ഇപ്പോൾ സമയം എത്രയാണ്? 4:12 ആയപ്പോൾ നമ്മൾ ഇപ്പോൾ തെങ്കാശിയിലെത്തി. നമ്മൾ വന്ന ആ ഒരു ട്രെയിനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്ലാനുണ്ട്, അത് പോകെ പറയാം. നമ്മൾ തെങ്കാശിയിൽ വന്നിട്ട് അവിടെ പഴയ ബസ് സ്റ്റാൻഡിൽ റൂം എടുത്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു സുഹൃത്തിനെ കിട്ടി. സുഹൃത്തിൻ്റെ പേര് മണിയെന്നായിരുന്നു, മറയൂരായിരുന്നു ആ ഒരു സുഹൃത്തിൻ്റെ സ്ഥലം. അങ്ങനെ ആ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ റൂം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് കുറ്റാലത്ത് വന്നു. 100 രൂപയായിരുന്നു ഓട്ടോ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടം കണ്ടു. ഇതാണ് വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഇവിടെ കുറ്റാലത്ത് ശിവഭഗവാന്റെ ആ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ദർശിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ തെങ്കാശിയിലേക്ക് പോവുകയാണ്. തെങ്കാശിയിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. മീനുണ്ട്. അതിന് മണ്ടയിലും കല്ലല്ലേ അങ്ങനെ നമ്മൾ കുറ്റാലം ശിവക്ഷേത്രം ദർശനം കണ്ട് നമ്മൾ ഇനിയിപ്പോൾ റോട്ടിലേക്ക് പോവാണ്. റോട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ ബസ് പിടിച്ചിട്ട് പഴയ ബസ് സ്റ്റാൻഡ് തെങ്കാശിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കണ്ടിട്ട് വരുന്ന വഴി ഒരു ചെറിയ, അതായത് കുറ്റാലത്ത് നിന്ന് വരുന്ന ആ ഒരു വെള്ളം ഒഴുകി ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ നിന്നതാ ഇനിയിപ്പോൾ നമ്മൾ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. തെങ്കാശി ഇവിടെ നിന്ന് 5 കിലോമീറ്റർ, ഇവിടെ നിന്ന് ടൈഗർ ഫാൾ 1.5 കിലോമീറ്റർ, ഓൾഡ് കുറ്റാലം 7.5 കിലോമീറ്റർ. നമ്മളിപ്പോൾ നേരെ തെങ്കാശി അതിലേക്കുള്ള ബസ് പിടിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഇവിടെ തിരിഞ്ഞിട്ടാണ് നമ്മൾ കുറ്റാലത്തേക്ക് പോകുന്നത്. അവിടെയായിട്ട് കാണുന്ന ഒരു മലയില്ലേ, അവിടെ നിന്നാണ് ആ ഒരു കുറ്റാലത്തിലെ ആ ഒരു ഫാൾസ് ഉത്ഭവിച്ച് വരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ട് കുറ്റാലത്തുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് കാത്തിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് നേരെ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്ക്, അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. റൂമിൽ പോയിട്ട് കാണാം നമുക്ക്. റൂമിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇനിയിപ്പോൾ കുറ്റാലമല്ല തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഇവിടെ ഒരു ലൈൻമാൻ ഇരുന്ന് ലൈൻ ശരിയാക്കുന്നത് കാണിച്ചു തരാം. ആ ലൈനൊക്കെ കണക്ട് ചെയ്ത് വിടുന്നുണ്ട്. ഹായ്. ഇത് തന്നെ ഹനുമാൻ്റെ അപ്പുറം. ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഒഴിഞ്ഞടാ. നമ്മളിനി തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം ദർശനം ചെയ്ത് ഇനി നമ്മൾ ലോഡ്ജിലേക്ക് പോവാണ്, നമ്മുടെ മുറിയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിലുള്ള ലോഡ്ജിലേക്ക്. വണ്ടികളും വാഹനമൊക്കെ എപ്പോഴും തിരക്കാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശിവരാത്രിയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടെ പുതിയ പെയിൻ്റൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് നിറയെ ചാരം വെച്ച് കെട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ഹോട്ടലിൽ എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് നേരെ നമ്മുടെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡെല്ലാം മേടിച്ചു. ഇതാണ് ആ ഫുഡ്. അപ്പോൾ ഈ ഒരു റൂം നമുക്ക് കിട്ടിയിട്ടുള്ളത് 600 രൂപ ഒരു ദിവസത്തെ വാടക. ഇതിനുള്ള ലോഗോ എന്താണ്? ഇത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ആ ഒരു ലോഗോയാണ്.
തെങ്കാശിയിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ ഉള്ളത്, ക്ഷേത്രമുള്ളത്. അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മളെ റൂമിൽ വന്നിട്ട് നമ്മൾ വീണ്ടും കടയിൽ പോയിട്ട് കുറച്ച് ഓറഞ്ച് മേടിച്ചു, പിന്നെ പൽപ്പൊടി, പിന്നെ കുളിക്കുന്നതിന് ഷാമ്പു, സോപ്പ് നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇനി കുളിച്ചിട്ട് ഫുഡ് കാണിച്ചു തരാം. വീട്ടിൽ പിന്നെ കാണിച്ചു തരാം. അതായത് സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ആഹാരം കഴിക്കാനായി പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജിത്തു ആഹാരം പൊട്ടിക്കുകയാണ്. നമ്മളെ കുറച്ചൊക്കെ നമ്മളിതായി കഴിച്ചു. പിന്നെ ഇതൊക്കെ പൊറോട്ട എനിക്കൊരു 4 പറ്റിയിടുന്നത്. അത് ഇതിന്ന് എടുത്ത് തരണം. അങ്ങനെ ഇനിയിപ്പോൾ കുളിച്ചു, ഇനി കഴിപ്പ്. എന്തായാലും ചമ്മന്തി ഇടാം.